വിദ്യാർത്ഥികളെ ഇടിച്ച് ബസ് നിർത്താതെ പോയി. ജീവനക്കാരുടെ അതിക്രമമെന്നാരോപിച്ച് നാട്ടുകാർ സംഘടിച്ച് ബസ് തടഞ്ഞു. കൊണ്ടോട്ടി പുളിക്കൽ ഐക്യപ്പടി കുറിയേടത്താണ് സംഭവം. രാത്രിയിൽ ബസ് കൊണ്ടുപോകാനുള്ള ശ്രമവും നാട്ടുകാർ തടഞ്ഞതോടെ സ്ഥലത്ത് മണിക്കൂറുകളോളം സംഘർഷാവസ്ഥ ഉണ്ടായി. ഒടുവിൽ അർദ്ധരാത്രിയോടെ ബസ് മലപ്പുറം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. പരാതികളിൽ കേസെടുത്ത് അന്വേഷണം നടത്തുമെന്ന ഉറപ്പിനെ തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചത്. മലപ്പുറം പോളിടെക്നിക് വിദ്യാർത്ഥികളും ചെറുകാവ് സ്വദേശികളുമായ എം അജിൻ, കെ ജവാദ് എന്നിവർക്കാണ് മലപ്പുറം മേൽമുറിയിൽ വെച്ച് ബസ്സിടിച്ച് പരിക്കേറ്റത്. ഇന്നലെ വൈകിട്ട് 4:30-ക്കാണ് സംഭവം. പരിക്കേറ്റ വിദ്യാർത്ഥികളെ മലപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഒരു വിദ്യാർത്ഥിക്ക് കയ്യിന് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. വിദ്യാർത്ഥികൾ കൈ കാണിച്ചപ്പോൾ ബസ് നിർത്താതെ തട്ടിയിട്ട് പോവുകയായിരുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞു. ഇക്കാര്യം അറിഞ്ഞ 5 മണിയോടെ കുറിയേടത്ത് ബസ് എത്തിയപ്പോൾ നാട്ടുകാർ തടയുകയായിരുന്നു. ഈ ബസ്സിനെതിരെ പലതവണ പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെത്തി കൊടിനാട്ടുകയും ചെയ്തു. ഇത് കഴിഞ്ഞ് രാത്രി 7:30-യോടെ ബസ് കൊണ്ടുപോകാൻ ആളുകളെത്തിയപ്പോൾ നാട്ടുകാർ വീണ്ടും സംഘടിക്കുകയായിരുന്നു. പോലീസ് എത്തിയെങ്കിലും കേസെടുക്കാതെ ബസ് വിട്ടു നൽകില്ലെന്ന് നാട്ടുകാർ അറിയിച്ചു. പിന്നീട് കൂടുതൽ പേർ സംഘടിച്ചതോടെ സമീപ സ്റ്റേഷനുകളിൽ നിന്നും കൂടുതൽ പോലീസുകാരും സ്ഥലത്തെത്തി. ഏറെ നേരം സംഘർഷാവസ്ഥ നിലനിന്നു. കർശന നടപടി വേണമെന്നും നാട്ടുകാർ പോലീസിനെ അറിയിച്ചു. പരാതികളിൽ കേസെടുക്കുമെന്നും അന്വേഷണം നടക്കുമെന്നും പോലീസ് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയതോടെ രാത്രി 11:30-ക്കാണ് ബസ് കൊണ്ടുപോവാനായത്. ബസ് മലപ്പുറം സ്റ്റേഷനിലേക്ക് മാറ്റിയതായും പരാതികളിൽ നടപടി ഉണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു. ഈസ്റ്റ് ലൈവ്, കൊണ്ടോട്ടി.